നമസ്തേ. സ്വാമി ശരണം. 1200 ആണ്ട് വൃശ്ചിക മാസ ചാരഫലത്തിലേക്ക് സ്വാഗതം. മണ്ഡല മഹോത്സവ കാലമാണ് വൃശ്ചിക മാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. മണ്ഡലകാലത്ത് വ്രതാനുഷ്ഠാനങ്ങൾ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ്. ഇത് കൂടാതെ ഗുരുവായൂർ ഏകാദശി ഈ മാസകാലഘട്ടമാണ്. വൈക്കത്ത് അഷ്ടമി ഈ മാസത്തിലാണ്. ഇത് കൂടാണ്ട് തൃക്കാർത്തിക വരുന്നത് വൃശ്ചിക മാസത്തിലാണ്. അശ്വതി ഭരണി കാർത്തികക്കാരടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലത്തിലേക്ക് ആദ്യം നോക്കാം. മേടക്കൂറുകാരുടെ 2ാം ഭാവത്തില് ബലവാനായിട്ട് വ്യാഴം നിൽപ്പുണ്ട്. അപ്പോൾ ധനകാര്യങ്ങൾക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ആ മേടൻ രാശിയുടെ അധിപനായിട്ടുള്ള കുജൻ നീചനായിട്ട് 4ാം ഭാവത്തിൽ നിൽക്കുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം, ആ രാശിക്കാരുടെ ആത്മവിശ്വാസത്തിന് കുറവുകൾ വരാനുള്ള സാധ്യത വരും. കൂടാതെ വസ്തു കാര്യങ്ങളൊക്കെ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ച് ലാഭം ഉണ്ടാവാം. വീട് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നവർക്ക് അതിനൊരു കുറച്ച് പ്രശ്നങ്ങളോ ലോൺ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ രാശിക്കാരുടെ 6ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊന്നും വലിയ വിഷമിക്കേണ്ട കാര്യമില്ല. രോഗദുരിതത്തിലൊക്കെ ഉള്ളവർക്ക് അതിനുള്ള ശരിയായിട്ടുള്ള ചികിത്സകൾ നടത്തുമ്പോൾ മാറ്റങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവും. അഷ്ടമത്തിലാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്, 8ാം ഭാവത്തിലാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്. അത് അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥയില്ല. കൂടാതെ 5ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യനാണ് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലും അവരവരുടെ പിതാവിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കവിഞ്ഞ് അവർക്കൊരു ശ്രദ്ധ കിട്ടേണ്ട കാലഘട്ടമായിരിക്കും ഈ ഒരു മാസക്കാലം എന്നർത്ഥം. അഷ്ടമത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നതുകൊണ്ട് പഠിത്ത കാര്യങ്ങൾക്ക് മുടങ്ങി കിടന്നവർക്കൊക്കെ പഠിത്തം പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അഷ്ടമത്തിലെ ബുധൻ നല്ല ഫലങ്ങളാണ് സാധാരണഗതിയിൽ ചാരവശാലുള്ള ഫലത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുധനെ കൊണ്ട് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഈ രാശിക്കാർക്ക് 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ബുധനാണ്. കടബാധ്യതകൾക്കുള്ളവർക്ക് അത് തീർക്കാനുള്ള സാധ്യതയുണ്ടാവും. ബുധനെ കൊണ്ട് വിദ്യാകാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാറുണ്ട്, കുട്ടികളുടെ പഠിത്ത കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പഠിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകും. ഇത് കൂടാണ്ട് 9ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ശുക്രൻ 9ാം ഭാവത്തിൽ, ശുക്രൻ ഇതിന്റെ രാശിയുടെ നിവർത്തികാരകനും 2ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ്. ശുക്രൻ 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ശുക്രന്റെ മാറ്റം വൃശ്ചിക മാസം 17ാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറ്റത്തിന് മുമ്പ്, അതായത് 17 മുമ്പ് ശുക്രനെ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് വിവാഹാലോചന കാര്യങ്ങളും മറ്റു കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 9ാം ഭാവത്തിലെ ശുക്രൻ സകലവിധ ഐശ്വര്യങ്ങളും നേടിത്തരും എന്നാണ് സാധാരണഗതിയിൽ ചാരവശാലുള്ള ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാശിയുടെ അധിപനായിട്ടുള്ള കുജൻ നീചനായിട്ടുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലത്. ഇത് സ്ഥിരമായിട്ട് ഈ കുറച്ച് കാലഘട്ടമായിട്ട് ശനിയാണ് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് ശനി 11ൽ സഞ്ചരിക്കുമ്പോഴുള്ള ഗുണഗണങ്ങൾ മുമ്പുള്ള എല്ലാ വീഡിയോകളിലും എല്ലാ ഇതിന്റെ ചാരവശാൽ പറയുന്നവരെല്ലാം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. എന്നാലും അതിന് ഗുണകരമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ്. 10ാം ഭാവത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതിലേറെ നിൽക്കും എന്നർത്ഥം. പൊതുവെ
രാശിയുടെ അധിപൻ ഒരു നീചത്തിൽ പോയിട്ടുള്ള അവസ്ഥയും 5ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയിട്ടുള്ള അവസ്ഥയും അനുസരിച്ച് ഉള്ള പ്രശ്നങ്ങൾ ഒഴികെ മേടൻ രാശിക്കാർക്ക് വളരെ സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് ഇടവൻ രാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിന്റെ അരയും അടങ്ങുന്നതാണ് ഇടവൻ രാശി. ഈ ഇടവൻ രാശിയിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമാധിപതിയും 11ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴമാണ് ആ രാശി നിൽക്കുന്നത്. ഇടവൻ രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള അല്പസ്വല്പ ബുദ്ധിമുട്ട്, അവനവന് വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. കൂടാതെ ഈ രാശിക്കാരുടെ 2ഉം 5ഉം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ 7ാം ഭാവത്ത് നിൽക്കുന്നു. ചാരവശാൽ 7ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് അത്ര നല്ല ഗുണകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നാലും കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളായിരുന്നാലും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ അതുകൂടാതെ 5ാം ഭാവാധിപതിയുടെയാണ് 5ാം ഭാവാധിപത്യത്തിന്റെ ശരിക്ക് ഈ സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഇതില് 5ാം ഭാവത്തിന് വരുന്ന അവനവൻ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാണ് 5ാം ഭാവത്തിൽ വരുന്നത്. അവനവൻ തീരുമാനം എടുക്കുമ്പോൾ അവനവന്റെ ശരിക്കുള്ള ബുദ്ധി ശക്തികൾ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും വളരെ ശ്രദ്ധിച്ച് ഞാൻ മുന്നോട്ട് പോകണം. ഈ ബുധനെ കൊണ്ട് 7ാം ഭാവത്തിലുള്ള കാര്യത്തിൽ വിവാഹ വിഷയങ്ങൾ ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മാസം അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഇത് കൂടാണ്ട് രാശിയുടെ കറക്റ്റ് 7ാം ഭാവത്തിലാണ് ആദിത്യം നിൽക്കുന്നത്. വൃശ്ചിക രാശിയിലാണ് ആദിത്യം നിൽക്കുന്നതുകൊണ്ട് ആ ആദിത്യനെ കൊണ്ടും വലിയ ഗുണമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇതിന്റെ 12ാം ഭാവാധിപതിയാണ് കുജൻ. ആ കുജൻ നീചനായിട്ട് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പൊ കുജനെ കൊണ്ടുള്ള വലിയ ഗുണം ഈ രാശിക്കാരും പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാണ്ട് കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 10 നിൽക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ചാരവശാൽ സൂചിപ്പിക്കുന്നത്. ഗുണം എന്ന് പറഞ്ഞാൽ അവനവന്റെ കഴിവുകളെല്ലാം വളരെ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിലും കർമ്മ മേഖലയിൽ ചിലപ്പോ കുറച്ച് തടസ്സങ്ങൾ ഉദ്ദേശിക്കുന്ന അവനവൻ തന്നെ കുറെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ അവനവൻ തന്നെ ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരിക്കുകയോ അലസത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാകും. അപ്പൊ അത് കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. 5ാം ഭാവത്തിലെ കേതുവിന്റെ ഫലങ്ങൾ മുൻകാലങ്ങളിൽ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. 5ലെ കേതുവിനെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണത്. കൂടാതെ 11ൽ നിൽക്കുന്ന ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പനെ കൊണ്ട് ഗുണമാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ക്ലേശത്തിന്റെ കാര്യത്തിലും അവനവൻ തീരുമാനങ്ങൾ എടുക്കേണ്ട പല കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയൊക്കെ ഇതില് സൂചിപ്പിക്കുന്നു. അപ്പൊ അതൊന്നും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇതില് 8ാം ഭാവത്തിൽ ആണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പൊ ആ രാശിയുടെ അധിപനും 6ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചാരവശാലുള്ള ഫലത്തില് 8ാം ഭാവത്തിലുള്ള ശുക്രൻ വളരെയധികം ഗുണങ്ങൾ സൂചിപ്പിക്കുന്നു. ശുക്രൻ അടുത്ത വൃശ്ചിക മാസം 17 അടുത്ത രാശി മാറിപ്പോകുന്നു എന്നുണ്ടെങ്കിലും ആ രാശിയിൽ ചെല്ലുമ്പോൾ അവിടെയും ഒരു ഗുണം പ്രദാനം ചെയ്യും ഈ രാശിക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും 8ാമത്തിൽ നിൽക്കുന്ന ശുക്രനാണ് അല്ലെങ്കിൽ ആ രാശിയാധിപനാണ് ഈ രാശിക്കാരുടെ ഇടവൻ രാശിക്കാരുടെ അധിപനായിട്ടുള്ള ശുക്രനാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഗുണം തരുന്നത്. ലക്ഷ്മി ദേവിയെ നിത്യവും ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കൂടാതെ ശ്രീകൃഷ്ണ ഭജനം ഈ രാശിക്കാർക്ക് ഇപ്പോൾ അനിവാര്യമാണ്. ശിവക്ഷേത്രത്തിലെ ഭജനവും ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇത്രയൊക്കെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മകരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തി മുക്കാലും അടങ്ങുന്നതാണ് മിഥുനൻ രാശി. ആ മിഥുനൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത്.
രണ്ടാം ഭാവത്തിൽ ബുധൻ നീചനായിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോട് തന്നെ മുന്നോട്ട് പോകണം. ഈ രാശിക്കാരുടെ ലാഭാധിപതിയാണ്, 6ാം ഭാവാധിപതിയാണ്. അപ്പോൾ രോഗ വിഷയങ്ങൾക്ക് കുറച്ചൊരു ശ്രദ്ധ ഈ രാശിക്കാർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അലർച്ചിലുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് അലട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ടാകും. 6ാം ഭാവാധിപതിയാണ്. 6ാം ഭാവതി 2ാം ഭാവത്തിൽ നീചത്തിൽ പോകുമ്പോൾ ശരിക്കും തല കഴിഞ്ഞ് ഖണ്ഡത്തിൽ വരുന്ന രോഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അലട്ടാനുള്ള സാധ്യത വരുന്നത്. കൂടാതെ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് ഈ മാസം കുറച്ച് അലട്ടാം. ശ്രദ്ധ കൊടുക്കുക, അത്രയോ വേണ്ട. ചികിത്സ ആവശ്യമുള്ളത് ചികിത്സിക്കുക, അത്രയോ. ഇത് കൂടാണ്ട് രാശിയുടെ അധിപതി 6ാം ഭാവത്തിലേക്കാണ് പോയിരിക്കുന്നത്. ബുധൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണമാണ്, അതിന്റെ ഗുണഗണങ്ങളെ ഏതായും അവർക്ക് അനുഭവിക്കാനായിട്ടുള്ള ഇടവരും. അപ്പോൾ പ്രധാനമായിട്ടും ബാധ്യതകളോ കടമോ ബാധ്യതകളോ ഒക്കെ വന്നെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ ശമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേസുകളിലോ അകപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പല പഠന കാര്യങ്ങളും ഒക്കെ മികവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും വളരെ കുഴപ്പമില്ലാതെ ആ കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോകാനുള്ള മാറ്റം ഉണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റങ്ങൾ, അതായത് ഏറെയും കുറഞ്ഞിരിക്കും. വരുമാനത്തിന്റെ അളവിന് ഏറെയും കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഏറെയും കുറഞ്ഞായിരിക്കും. കാരണം ആ രാശിയുടെ അധിപനും കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറെയും കുറഞ്ഞിരിക്കും. ചിലവിന്റെ കാര്യത്തിൽ, അതായത് നമുക്ക് ധനം കൊണ്ടുവരേണ്ട വ്യാഴം എന്നുള്ള പ്ലാനറ്റ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ചിലവിന്റെ കാര്യത്തിൽ വർധനവ് തന്നെയായിരിക്കും. ഈ ചിലവ് വർധന എന്ന് പറയുമ്പോൾ ചിലര് ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവ് വർധനയാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരുന്നത്. അതിന് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നല്ലതാണ്. കൂടാതെ രാശിയുടെ 10ാം ഭാവത്തിലാണ് സർപ്പം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ, അവനുടെ കർമ്മ മേഖല, തൊഴിൽപരമായിട്ടുള്ള മേഖലയിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. ശുക്രൻ ഈ രാശിക്കാർക്ക് സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ ശുക്രൻ കുടുംബകലഹത്തിന് ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ അവയെ ഒന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒന്നിലൊരു തൃപ്തി വരാത്ത മനസ്സുമായിട്ടും ചിലപ്പോൾ അലയേണ്ട ഒരു സാധ്യതയും ഉണ്ടാവാം. ഇതിൽ ഈ രാശിക്കാരുടെ 12ാം ഭാവാധിപതി 5ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ്. അപ്പൊ പൊതുവെ ഇപ്പൊ 3 രാശി നേരത്തെ പറഞ്ഞെങ്കിൽ ഈ 3 രാശിക്കാരുടെയും മനസ്സുള്ള സുഖക്കുറവുകളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇവയൊക്കെ പല രാശിക്കാർക്കും ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മനതൃപ്തി എന്ന് പറയുന്നത് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നും വളരെ നല്ല രീതിയിൽ തന്നെ അവനവൻ തന്നെ മുൻകൈ എടുത്ത് വേണ്ട ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുക മാത്രമേ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണമാവുകയുള്ളൂ. ശ്രീകൃഷ്ണ ഭജനം ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. ലക്ഷ്മി ദേവി ഭജനം നല്ലതാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം അധികാരമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ രാശിക്കാരെ സംബന്ധിച്ച്, മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. ഇത് കൂടാണ്ട് 9ാം ഭാവത്തിൽ 8ഉം 9ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. 9ാം ഭാവത്തിൽ ശനിയെ ഗുണപരമായിട്ട് പറയില്ല. പിന്നെ ഭാവാധിപതി ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ കുറച്ച് ഗുണഗണങ്ങൾ, ഭാഗ്യസ്ഥാനത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഗുണഗണങ്ങൾ മാത്രമേ ഇതിനകത്ത് സൂചിപ്പിക്കാൻ കഴിയൂ. 4ാം ഭാവത്തിലെ കേതു ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും വസ്തുവകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ശ്രമിക്കാൻ നടക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മുമ്പൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാർത്ഥനാ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ആ പ്രാർത്ഥനാ കാര്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നല്ല ഫലം ഉണ്ടാവും. അവനവൻ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കർക്കിടകം രാശിയാണ്. പുനർവൃത്തിക്കാലം പോയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടക രാശിയിൽ തന്നെയാണ് കുജൻ നിൽക്കുന്നത്. കുജൻ ഇവരെ സംബന്ധിച്ച് ഇതിന്റെ 5ാം ഭാവം, ഈ രാശിക്കാരെ സംബന്ധിച്ച് 5ാം ഭാവാധിപതിയാണ്. അതുകൂടാതെ കർമാധിപതിയാണ്. കർമ്മസ്ഥാനത്തിന്റെ അധിപതിയായിട്ടുള്ള 5ാം ഭാവത്തിലൂടെ
അപ്പം നേരത്തെ 4 രാശിക്കാരെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വീണ്ടും വരെയാണ് ഈ രാശിക്കാർക്കും മനസ്വസ്ഥതയുടെ കാര്യത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ രാശിയുടെ മനസ്വസ്ഥതയെ സൂചിപ്പിക്കുന്ന രാശിയുടെ അധിപൻ നീചാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പല കാര്യങ്ങൾക്കും നിവൃത്തി എന്ന് പറയുന്നത് ഉണ്ടാവാം. കൂടാതെ 2ാം ഭാവാധിപതി ധനത്തിന്റെ അധിപതിയായിട്ടുള്ള ധനരാശിയുടെ അധിപതിയായിട്ടുള്ള ഈ രാശിക്കാരുടെ ധന രാശിയുടെ അധിപതിയായിട്ടുള്ള ആദിത്യൻ ആണ് ശരിക്കും 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യം അതേപോലെ തന്നെ ധനത്തിന്റെ വിഷയത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. 11 വ്യാഴം നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ ഗുണകരം. ഈ 11 വ്യാഴത്തെ വളരെ ഗുണകരമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 11 നിൽക്കുന്നു എന്നുള്ളത് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ. അതായത് കുറെ നെഗറ്റീവുകൾ ഈ രാശിക്കാരെ കുറിച്ച് പറയേണ്ടി വന്നാൽ പോലും അതിൽ നിന്നെല്ലാം തരണം ചെയ്തു, അതായത് ആദ്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുവാനുള്ള സാഹചര്യങ്ങൾ 11 വ്യാഴം നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് പ്രവൃത്തിക്കാലം മുഴുവൻ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയും അത് അവസാനം അതിൽ നിന്നും മോചനം ഉണ്ടാവുകയും ചെയ്യുന്ന കാലം. അഷ്ടമത്തിൽ 7ഉം 8ഉം ഭാവാധിപതിയായിട്ടുള്ള ശനിയാണ് അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അഷ്ടമശനി ഇഷ്ടഫലത്തേക്ക് തരുമെന്ന് സാധാരണഗതിയിൽ പറയാറുണ്ടെങ്കിൽ അതിനും ഗുണദോഷ സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ മാത്രം ശനിയെ കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. കൂടാതെ ഭാഗ്യസ്ഥാനത്ത് 3ാം ഭാവത്തിലുള്ള സർപ്പൻ നമുക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും ഈ സർപ്പൻ ആ രാശിയിൽ നിൽക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് വളരെ മമതയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടാകും. അപ്പം ധനം ചിലപ്പം ധനത്തിന്റെ വിഷയത്തിൽ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. അതിനൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം ധനത്തിന് ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ വ്യാഴം 11ാം ഭാവത്തിൽ നിൽപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ധനവിഷയത്തിൽ വളരെ ശ്രദ്ധ കൊടുത്തതിനെ മുന്നോട്ട് പോകേണ്ടി വരും. 3ാം ഭാവത്തിലുള്ള കേതു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാണ്ട് 5ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ ഈ രാശിയുടെ 12ഉം 3ഉം ഭാവാധിപതിയാണ്. 5ാം ഭാവത്തിലെ ബുധനെ കൊണ്ട് വലിയ ഗുണം എന്നൊന്നും സാധാരണഗതിയിൽ പറയാറില്ല. മനസ്വസ്ഥതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി ശിവക്ഷേത്രത്തില് ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക, ലക്ഷ്മി ദേവിയെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക, ഇവയൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. അടുത്തതായിട്ട് പറയുന്നത് ചിങ്ങം രാശി. മകവും പൂരവും ഉത്രത്തിക്കാലും അടങ്ങുന്നതാണ് ചിങ്ങം രാശി. ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള ആദിത്യനാണ് വൃശ്ചിക രാശിയിൽ നിൽക്കുന്നത്. അതിൽ കേന്ദ്രഭാവത്തിൽ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ആ രാശിയുടെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് ഗുണകരമായിട്ടുള്ള മാറ്റത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, ശിരോരോഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. കൂടാതെ ഇതിൻ്റെ 6ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശനി ആ രാശിയിൽ തന്നെ നിൽക്കുന്നത് രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് എല്ലാ കാര്യങ്ങൾക്കും പുറകോട്ട് വലിക്കാനുള്ള സാധ്യത, അതായത് മാറ്റിവെക്കപ്പെടാൻ അങ്ങനെയുള്ള എല്ലാ കാര്യ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അവ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. 2ാം ഭാവത്തിലെ കേതും അഷ്ടമത്തിലെ സർപ്പനെ കുറിച്ച് പല മുൻ പറഞ്ഞ പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 2ലെ കേതു അനാവശ്യമായിട്ടുള്ള ശത്രുക്കളെ ഉണ്ടാക്കി എന്നുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊന്നും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് കൂടാണ്ട് ഈ രാശിയുടെ ശരിക്ക് കർമ്മ മേഖലയിലാണ് വ്യാഴം നിൽക്കുന്നത്. കർമ്മ മേഖലയിൽ വ്യാഴം നിൽക്കുന്നത് ഗുണകരമെന്ന് ചാരവശാൽ പറയാറില്ല. ശ്രദ്ധ വേണം. നമുക്ക് പല തൊഴിലിന്റെ കാര്യത്തിൽ പല പല കർമ്മങ്ങൾ കിട്ടും, പക്ഷെ അവയെ നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവ് വരും. അപ്പോൾ തൊഴിൽ മേഖലയിൽ പ്രോബ്ലംസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അവയെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. രാശിക്ക് 3ാം ഭാവാധിപതിയും ഈ കർമ്മ മേഖലയിലുള്ള അധിപതിയായിട്ടുള്ള ശുക്രൻ രാശിയുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം അനുഭവിക്കാനാണ്. ശരിക്കും മുൻ പറഞ്ഞ രാശിക്കാരെല്ലാം മേട ഇടവും മിഥുനം കർക്കിടകം പറഞ്ഞ രാശിക്കാരെല്ലാം കഴിഞ്ഞിട്ട്
ചിങ്ങൻ രാശിക്കാരെ വരുമ്പോൾ സ്വസ്ഥത എന്ന് പറയുന്ന കാര്യത്തിൽ കിട്ടും. കാരണം ആ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്നത് ശുക്രനാണ്. ശുക്രൻ കലാപരമായിട്ടുള്ള മികവ് ആണ് സൂചിപ്പിക്കുന്നത്. കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന സകലർക്കും അതിനുള്ള നല്ല വഴികൾ തെളിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യത മകം മൂലം രാശിക്കാർക്ക്, ആ രാശിയിൽ ഇറങ്ങുന്നവർക്ക് കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരുടെ ഏതെങ്കിലും സാഹചര്യങ്ങളോ സാധ്യതകളോ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയം അല്ലെങ്കിൽ മാസമായിരിക്കും ഈ വൃശ്ചിക മാസക്കാലം. കൂടാതെ നേരത്തെ പറഞ്ഞു കർമ്മമേഖലയിലാണ് വ്യാഴം നിൽക്കുന്നത്. ശരിക്കും അതിനെ നല്ല പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ രാശിയുടെ അധിപൻ നല്ല 5ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണമാണ് ഈ രാശിക്കാരെ സൂചിപ്പിക്കുന്നത്. മറ്റു പറഞ്ഞ പല രാശിക്കാരെ സംബന്ധിച്ചും മനസ്വസ്ഥത കുറവാണെന്ന് പറയുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസക്കാലം മനസ്വസ്ഥത ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് നല്ലപോലെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണല്ലോ ഈ രാശിക്കാരെ, എല്ലാ രാശിക്കാരെ സംബന്ധിച്ച് മനസ്വസ്ഥതയാണ് അത്യാവശ്യം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞു വന്നതിൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ സൂചിപ്പിക്കുന്നത്. ബാക്കി പല കാര്യങ്ങൾക്കും, സാമ്പത്തിക വിഷയമാണെങ്കിലും പല കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തിക വിഷയവും ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വലിയ പ്രോബ്ലം വരാനുള്ള സാധ്യതയില്ല. കാരണം ഇതിന്റെ ലാഭാധിപതിയും 2ാം ഭാവതിയായിട്ടുള്ള ബുധൻ അതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രോബ്ലമൊന്നും സാമ്പത്തിക പ്രശ്നത്തിൽ വരാനുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ധനമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയോ കിട്ടാനുള്ള സാധ്യതയോ ഈ മാസക്കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഈ രാശിയുടെ അധിപനായിട്ടുള്ള ആദിത്യൻ കഴിഞ്ഞ മാസക്കാലം നീചത്തിലായിരുന്നു. ആ നീചാവസ്ഥ കഴിഞ്ഞ് നല്ല പുഷ്ടിയായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന മേടം 10 നല്ല പുഷ്ടിയായിട്ടുള്ള അവസ്ഥ പറയുന്നത് ആ മേടൻ രാശിയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഗുണത്തിന്റെ അളവ് തന്നെയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറെക്കുറെ സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് കന്നിരാശി. കന്നിരാശിയിൽ ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രത്തിന്റെ അരയും അടങ്ങുന്നതാണ് കന്നിരാശി. കന്നി രാശിയുടെ അധിപൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൂടാണ്ട് ഈ രാശിയുടെ 2ാം ഭാവാധിപതിയും 9ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ ആണ് 4ാം ഭാവം. ബുധനെ കൊണ്ട് വലിയ ഗുണവിശേഷമൊന്നും പറയാൻ ഇല്ല. കാരണം 3ലെ ഗുണം ബുധനെ കൊണ്ട് വലിയ ഗുണം, ആ രാശിയുടെ അധിപനായിട്ടുള്ള ബുധനെ കൊണ്ട് വലിയ ഗുണവിശേഷമൊന്നും പറയാൻ സാധ്യത ഇല്ല, എന്നുള്ള ഗുണങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ശുക്രൻ എന്ന് പറയുന്ന പ്ലാനറ്റിനെ കൊണ്ട് നല്ല ഗുണങ്ങൾ പറയാം. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും. കൂടാതെ ഈ രാശിയുടെ 9ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ്. ശുക്രൻ 9ാം ഭാവാധിപതിയും കൂടെ ആകുന്ന ഭാഗ്യസ്ഥാനാധിപതിയും കൂടെയാണ്. ആ ഭാഗ്യസ്ഥാനാധിപതി തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്രത്തരയും അടങ്ങുന്ന ഈ കന്നി രാശിക്കാരെ സംബന്ധിച്ച് കലാപരമായിട്ടുള്ള, ശുക്രനെ സംബന്ധിച്ച് കലാപരമായിട്ടുള്ള, അതായത് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും തരും. 4ാം ഭാവത്തിലുള്ള ശുക്രൻ നല്ല ഗുണം തന്നെയാണ് തരുന്നത്. അപ്പൊ ആ ശുക്രന്റെ അവസ്ഥകളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഈ രാശിക്കാർ ഇപ്പം വേണ്ടത്. ബാക്കിയുള്ളവയെ കുറിച്ചൊന്നും വലിയ ശ്രദ്ധ പുലർത്തേണ്ട കാര്യമില്ല. പഠിത്ത കാര്യത്തിൽ കുറച്ച് ലാഗ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക. ഉപരിപഠനത്തിൽ ഏർപ്പെടുത്തുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. കൂടാതെ 9ാം ഭാവത്തിലുള്ള സർവേശ്വരകാരനായിട്ടുള്ള വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ 9ാം ഭാവാധിപതിയും ഗുണവാനാണെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം നമുക്ക് ഈ രാശിക്കാർക്ക് വൃശ്ചികമാസ കാലഘട്ടം പ്രതീക്ഷിക്കാം. ഇത് കൂടാണ്ട് 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് 5ഉം 6ഉം ഭാവാധിപതിയായിട്ട് ശനി 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബാധ്യതാ കാര്യങ്ങളോ രോഗദുരിതങ്ങളോ ഉള്ളവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഈ രാശിക്കാർക്ക്. വളരെ ശ്രദ്ധിക്കേണ്ടത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾക്ക്, വിവാഹാലോചനയുടെ കാര്യങ്ങൾക്ക് ഇവയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. വിവാഹാലോചന കാലതാമസം വരാം.
അതുകൂടാണ്ട് കുടുംബജീവിതത്തിലെ കാര്യത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. കാരണം കേതുവും സർപ്പനുമാണ് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കി തരേണ്ടത്. അതിന് രാഹുവിനെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ആ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം 9ാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്ക് രോഗകാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടാകണം. കാരണം അഷ്ടമാധിപതിയായിട്ടുള്ള കുജൻ ലാഭസ്ഥാനത്ത് കർക്കിടകത്തിൽ നീചരാശിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും കുജനെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പോലും ലാഭം എന്ന് പറയുന്നത് നമുക്ക് സ്വരുക്കൂട്ടി വയ്ക്കാനായിട്ട് വിചാരിക്കേണ്ട, ഈ മാസം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചെലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉള്ള ഈ മാസത്തെ. അടുത്തതായിട്ട് തുലാം രാശി. ചിത്രത്തിന്റെ അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും അടങ്ങുന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ആ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ, ആ രാശിയുടെ അധിപൻ മാത്രമല്ല അഷ്ടവാധിപനായിട്ടുള്ള ശുക്രൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണം. സഹായസ്ഥാനം എന്ന് പറയുന്നതും സഹോദരസ്ഥാനം എന്നൊക്കെ പറയുന്നതും ഒക്കെ ഗുണകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക്, ലോണിനെ അപേക്ഷിച്ചവർക്ക്, മറ്റെവിടുന്നെങ്കിലും കുറച്ച് ധനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് ഒക്കെ ഗുണകരമായിട്ടുള്ള മാറ്റം ഈ മാസക്കാലമാണ്. അവനവന് തന്നെ ഒന്ന് ഉണർന്ന് എണീറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സാധ്യതകളും ഈ മാസം തെളിയുന്നതാണ്. പ്രയോജനപ്പെടുത്തുന്നത് ഇത് അത്രയും നിവൃത്തിയുള്ളൂ. കൂടാതെ ഇതിന്റെ ലാഭാധിപതി, ഈ രാശിയുടെ ലാഭാധിപതിയായിട്ടുള്ള ആദിത്യനാണ് 2ാം ഭാവത്ത് നിൽക്കുന്നത്. ലാഭാധിപതി 2ാം ഭാവത്ത് നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം ഉണ്ടാക്കിത്തരും തീർച്ചയായിട്ടും. പിന്നെ 12ാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ 2ാം ഭാവത്ത് നിൽക്കുന്നു. അത് കൂടാണ്ട് രാശിയുടെ 9ാം ഭാവാധിപതിയായിട്ടുള്ള ബുധനാണ് 2ാം ഭാവത്ത് നിൽക്കുന്നത്. ബുധന്റെ 2ലുള്ള നിൽപ്പ് ഗുണം തന്നെയാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിന് വീണ്ടും തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും. ഇത് കൂടാണ്ട് പുതിയ വിദ്യാഭ്യാസ മേഖല അന്വേഷിച്ച് പോകുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. തീർച്ചയായിട്ടും വിദ്യാഗുണം അതിനകത്തുണ്ടാകും. ബുധനെ സംബന്ധിച്ച് തൊഴിലിന്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി തരാൻ ബുധനെ കൊണ്ട് കഴിയും. തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ 2ാം ഭാവത്ത് നിൽക്കുന്നുണ്ട് നേട്ടങ്ങൾ തന്നെയാണ് വളരെ പറയുന്നതായിട്ടുള്ളത്. ആ രാശിയുടെ അധിപൻ ശുക്രനും ബുധനും ഒക്കെ ഈ രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഇത് തരുന്നത് എന്നർത്ഥം. കാരണം ഇത് കൂടാണ്ട് 9ാം ഭാവാധിപതിയാണ് 2ാം ഭാവത്തിൽ. ഭാഗ്യസ്ഥാനം അനുകൂലമാണെന്ന് അർത്ഥം. ഭാഗ്യസ്ഥാനത്തിന്റെ അധിപതിയാണ് 2ാം ഭാവത്ത് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന സംബന്ധിച്ച് അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മോചനം ഉണ്ടായെടുക്കാൻ സാധ്യത ഉണ്ടാവാം. 4ഉം 5ഉം ഭാവാധിപതിയായിട്ടുള്ള ശനിയാണ് 5ാം ഭാവത്ത് നിൽക്കുന്നത്. സന്താന കാര്യങ്ങളുടെ കാര്യത്തിൽ ആ ക്ഷേത്രത്തിന്റെ അധിപൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഗുണമാണ്. സന്താന കാര്യങ്ങളുടെ കാര്യത്തിൽ, സന്താനങ്ങളുടെ കാര്യത്തിൽ, അവനവന്റെ മനസ്വസ്ഥതയുടെ കാര്യത്തിൽ അവനവൻ തന്നെ കുറച്ച് ശ്രദ്ധ വളരെ പ്രവൃത്തി തന്നെ മുന്നോട്ട് പോകണം. അതിനെ കുറച്ച് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന സമയമായിരിക്കുന്നത്. 6ാം ഭാവത്തില് സർപ്പൻ നിൽക്കുന്നു. ഈ 6ാം ഭാവത്തിലെ സർപ്പൻ നമുക്ക് ബാധ്യതകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാക്കാൻ, മറ്റുള്ളവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ ഒന്ന് നിവൃത്തി ഉണ്ടാക്കി തരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. 8ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 8ാം വ്യാഴത്തിലുള്ള വ്യാഴം പൊതുവെ വ്യാഴത്തിന്റെ കാലഘട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ ധനം ഒരു കാലഘട്ടമാണ്. കൂടാതെ വ്യാഴം അഷ്ടഭാവത്തിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ കാര്യത്തെ കുറിച്ച് ഗുണം തരും. പക്ഷെ ആരോഗ്യ വിഷയങ്ങളാണ് ഈ രാശിക്കാരെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അലർജിയുള്ള അസുഖങ്ങൾ അലട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. ഈ രാശിയുടെ നിവർത്തി ഭാവാധിപതിയായിട്ടുള്ള കുജൻ നീചാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് തൊഴിലിന്റെ കാര്യത്തിൽ, തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ഇട വരികയും തീർച്ചയായിട്ടും
തൊഴിലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാശിക്കാർ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ വളരെയൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റു പല ക്ലേശങ്ങളും കുറഞ്ഞിരിക്കുമെന്നെങ്കിൽ തന്നെയും തൊഴിൽ മേഖലയിലുള്ള ക്ലേശങ്ങൾ കുറച്ച് കൂടിയിരിക്കാനാണ് സാധ്യത വരുന്നത്. ഇത് ഈ തൊഴിൽ മേഖലയിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയോ മറ്റു ഭൂമി സംബന്ധമായിട്ടുള്ള ഒക്കെ ജോലിയിലും തൊഴിലും ഒക്കെ കാർഷിക മേഖലയിലും ഒക്കെ ഉള്ളവർ അവർക്കൊക്കെ അതിൻ്റെ ഗുണഫലങ്ങളുടെ അളവ് കുറച്ച് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സൈനിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ച് മോശാവസ്ഥ തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇതിലെ 3-ാം ഭാവത്തിലാണ് ശുക്രൻ, ആ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് തീർച്ചയായിട്ടും ഗുണമേ പറയാൻ സാധിക്കും. അഷ്ടമാധിപതിയും അതേപോലെ തന്നെ ആ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ. അപ്പൊ അവനവൻ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇതിനകത്ത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നു. അതൊന്ന് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം, ഈ മാസക്കാലം പ്രയോജനപ്പെടുത്തണം എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതായിരിക്കും അവനവനായിട്ടുള്ള ഒരു എനർജി ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ്. അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വൃശ്ചിക മാസക്കാലം ഈ രാശിക്കാരെ സംബന്ധിച്ച്, അതായത് ചിത്രത്തിലെയും ചോദ്യം വിശാഖത്തോടങ്ങുന്ന ആ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് തരാനുള്ള സാധ്യത തന്നെ ഉണ്ട്. ഈ രാശിക്കാര് തീർച്ചയായിട്ടും ദേവീ സംബന്ധമായിട്ടുള്ള മീൻസ് അതിൽ ഭദ്രാളി ക്ഷേത്രങ്ങളിൽ ഒന്നും കാര്യമായിട്ട് പോയി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് വൃശ്ചികം രാശി. വിശാഖകാലം അനിലവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിന്റെ ആ രാശിയിൽ തന്നെയാണ് ആദിത്യം നിൽക്കുന്നത്. അപ്പോൾ ആദിത്യൻ ആ രാശിയിൽ നിൽക്കുന്നത് അത്ര ഗുണമായിട്ടുള്ള അവസ്ഥ പറയാൻ കഴിയില്ല. ശാരീരിക പ്രശ്നങ്ങളും ക്ലേശങ്ങളൊക്കെ വൃശ്ചികത്തൊന്നും അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. ശ്രദ്ധ കൊടുത്താൽ മതി, വേറെ ദോഷം ചെയ്യത്തില്ല. ഈ രാശിയുടെ ശരിക്ക് 10-ാം ഭാവം കർമ്മ മേഖലയിലുള്ള അധിപതിയാണ് വൃശ്ചികം രാശിയിൽ നിൽക്കുന്നത് ആദിത്യം. സ്വാതന്ത്ര്യം കർമ്മ മേഖലയിൽ ചിലപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് കുറച്ച് താഴ്ച ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സാമ്പത്തിക തരുന്ന 2-ാം ഭാവത്തിന്റെ അധിപതിയും 5-ാം ഭാവത്തിലെ അധിപതി വ്യാഴം നിവർത്തി ഭാവത്ത് 7-ാം ഭാവത്ത് നിൽക്കുന്നത് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയാണ്. മോശാവസ്ഥ ഒരിക്കലും അതിനകത്ത് ഉണ്ടാകില്ല. കർമ്മ മേഖലയിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും സാമ്പത്തിക കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. രാശിയുടെ 2-ാം ഭാവത്തിൽ നിവർത്തി ഭാവത്തിന്റെ ഭാവാധിപത്യത്തിലുള്ള ശുക്രനും 12-ാം ഭാവാധിപതിയും 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗുണമാണ്. ഏത് കുടുംബജീവിതത്തിന്റെ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഒക്കെ കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ ഗുണം തന്നെയാണ് വരും. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അതിന് മാറ്റം ഉണ്ടാവും. വിവാഹ കാര്യങ്ങൾക്ക് താല്പര്യപ്പെട്ട് ഇറങ്ങുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ അതിനകത്ത് മുന്നിട്ട് തെളിയും. ഇതിനൊക്കെ മുന്നിട്ട് പക്ഷെ ആ രാശിയുടെ അധിപൻ തീർച്ചയായിട്ടും കുജനാണ്. ആ കുജൻ വന്നിട്ട് 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥാനത്ത് നിൽക്കുന്നത് അത്ര അങ്ങോട്ട് നമ്മളെ മുന്നോട്ട് പോകാനുള്ള അത് തടസ്സങ്ങളാണ് വളരെ കാര്യമായിട്ട് സൂചിപ്പിക്കുന്നത്. തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും. കാരണം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഈ രാശിക്കാർക്ക് എടുക്കുകയാണെന്ന്. ആ ആർജവം എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഭദ്രാളി ക്ഷേത്രങ്ങളുടെ ദർശനം തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും നല്ലത്. സുബ്രഹ്മണ്യ ക്ഷേത്രം, ഭദ്രാളി ക്ഷേത്രങ്ങളുടെ ദർശനം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ആ രാശിക്കാർക്ക് നല്ലത്. അങ്ങനെ ആ ഒരു അവനവൻ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം. 4-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. കേന്ദ്രസ്ഥാനമാണ്. ശ്രദ്ധ വേണം. ശനിയെ കൊണ്ടുള്ള ഗുണങ്ങൾ വേണം. ഗുണങ്ങൾ ഉണ്ടാവണം. നമുക്ക് ശാസ്ത്രപ്രീതി ഹനുമാൻ കാര്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ നല്ലതാണ്. കൂടാതെ 5-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ, അവർക്ക് നമ്മൾ സപ്പോർട്ടിംഗ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം സന്താനങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഒരു ശ്രദ്ധ അതിനകത്ത് കൊടുക്കണം മാത്രം. 5-ാം ഭാവത്തിലെ സർപ്പനാണ്. നിവൃത്തി ഭാഗത്ത് വ്യാഴമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് ഈ മാസവും പ്രതീക്ഷിക്കാൻ വകയുള്ളത്. കൂടാതെ 11-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു.
കേതു തീർച്ചയായിട്ടും ലാഭസ്ഥാനത്താണ് നിൽക്കുന്നുള്ളതും ഈ രാശിക്കാർക്ക് സംബന്ധിച്ച് ഗുണം തന്നെയാണ്. അടുത്തതായി ധനുപ്പ്. മൂലവും പുരാടവും ഉത്രാടത്തെക്കാളും അടങ്ങുന്നതാണ് ധനു രാശി. ഈ രാശിയിൽ നിൽക്കുന്നത് 6ാം ഭാവാധിപതിയും അതേപോലെ തന്നെ 11ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ്. ഒന്നിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. ആ 1ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗുണം തന്നെ പറയാൻ കഴിയും. ബാധ്യതകളൊക്കെ ഉണ്ടാകുന്നവർക്ക് ആ ബാധ്യതയൊക്കെ മാറി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടാകും. വളരെ പ്രാരാബ്ദവും കേസുകളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നവർക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പുതിയൊരു വഴി തെളിയാനുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ 11ാം ഭാവ ലാഭസ്ഥാനത്ത് അധിപതിയും കൂടിയാണ് ശുക്രൻ. അതുകൊണ്ട് ഗുണം അത് തന്നെയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടത്. 2ഉം 3ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 3ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് ഗുണത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പനെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. 6ാം ഭാവത്തിൽ വ്യാഴം പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ മനസ്വസ്ഥതയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാരെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. മനസ്വസ്ഥതയുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ 12ാം ഭാവാധിപതി 5ാം ഭാവാധിപതിയുള്ള ബുധനാണ് ഇതിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നത്. അസുഖകാര്യങ്ങൾ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടാവണം. അവനവന്റെ മനക്ലേശത്തിന് അറുതി വരുത്താൻ അവനവൻ തന്നെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതുമാത്രമാണ് ഇതിൽ വളരെ സൂചനപരമായിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെ കുറഞ്ഞു ഒക്കെ ആണ് ഇതിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. കൂടാതെ ഇതിന് ഭാഗ്യസ്ഥാനാധിപതിയായിട്ടുള്ള ആദിത്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണകരം എന്ന് പറയാൻ പറ്റത്തില്ല. അതും ഒരു ശ്രദ്ധ അതിനകത്ത് കൊടുക്കുന്നതല്ലാണ്. നിവർത്തി ഭാവാധിപതിയും 10ാം ഭാവാധിപതി കർമ്മഭാവാധിപതിയുമായിട്ടുള്ള ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം കൂടുതലായിട്ട് ഈ രാശിക്കാർ ധനുരാശിക്കാർ കർമ്മമേഖല, കുടുംബജീവിതത്തിന്റെ കാര്യം, അവനവന്റെ പങ്കാളിയുടെ കാര്യം, അവനവൻ പങ്കാളിയുടെ ആരോഗ്യ വിഷയം ഒക്കെ ശ്രദ്ധ വളരെ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഇതാണ് ഈ രാശിക്കാർ. പിന്നെ ഇതിൽ വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് ശരിക്കും സുബ്രഹ്മണ്യൻ, മുദ്രാളീഷ് ഒക്കെയാണ്. മനസ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യം നമ്മൾ ചെയ്യുന്നത്. സാമ്പത്തിക വിഷയം മറ്റൊക്കെ പിന്നെ സെക്കൻഡായിട്ട് വരുന്നതാണ്. മനസ്വസ്ഥതയുടെ കാര്യത്തിൽ ശരിക്കും ഭദ്രകാളി, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രാർത്ഥനാ കാര്യങ്ങളും വഴിപാടുകളായിട്ട് നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമം. അടുത്തതായിട്ട് മകരം രാശി. ഉത്രാടത്തെ മുക്കാലും തിരുവോണം അവിട്ടത്തിന്റെ അരയും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിയുടെ രാശിയാധിപനായിട്ടുള്ള ശനി 2ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2ാം ഭാവാധിപതി ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണം പ്രതീക്ഷിക്കാം. ഇത് കൂടാതെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പനെ കൊണ്ട് ഗുണം നമുക്ക് പറയാം. 5ാം ഭാവത്തിൽ സർവേശ്വരനായിട്ടുള്ള 3ാം ഭാവത്തിൽ 11ാം ഭാവത്തിലുള്ള വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മനസ്വസ്ഥത ഉണ്ടാകുന്ന രാശിക്കാരാണ് ഈ രാശിക്കാർ. ഉത്രാടത്തിൽ ഓട്ടത്തലയാണ് രാശിക്കാർ. അപ്പോൾ മനസ്വസ്ഥത അവർക്ക് ഉണ്ടാകും. ബാക്കി പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. പല പ്രശ്നം എന്ന് പറഞ്ഞാൽ 4ാം ഭാവമായിട്ടുള്ള ബുധനാണ് നേരെ നിവർത്തി ഭാവത്തിൽ നിന്ന് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്കുള്ള നിവർത്തി ഉണ്ടാകാറുണ്ട്. അത് അതിനുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് അതിനകത്ത് സൂചിപ്പിക്കണം. അത് കൂടാണ്ട് ഈ ലാഭം എന്ന് പറയുന്നത്, അതായത് എല്ലാം കഴിഞ്ഞ് നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇനി ഒരു മാസക്കാലത്തേക്ക് 1.5 മാസക്കാലത്തേക്ക് പ്രതീക്ഷിക്കുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ വസ്തുവകളോ മറ്റുള്ള കാര്യങ്ങളോ വാങ്ങിക്കാനോ വിൽക്കാനോ താല്പര്യപ്പെടുന്നവർക്ക് ഈ മാസക്കാലം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സ്ഥിതി വിശേഷമല്ല. അവയൊക്കെ കുറച്ച് രാഗ് വരാനുള്ള സാധ്യത ഉള്ളതാണ്. 9ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. 9ാം ഭാവത്തിലെ കേതു ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്തുള്ള കേതു വളരെ ചുരുങ്ങിയ ഫലങ്ങൾ മാത്രമേ ഗുണഫലങ്ങൾ മാത്രമേ നമുക്ക് തരുള്ളൂ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. അഷ്ടമാധിപതിയായിട്ടുള്ള ആദിത്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ആദ്യം നിൽക്കുന്നത് ഗുണമാണ്. അതുകൂടാതെ ബുധനും ഈ രാശിക്കാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണം തന്നെയാണ് പ്രതീക്ഷിക്കുക. ബാധ്യതാ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഭാഗ്യസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ആ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപതിയായിട്ടുള്ള ബുധൻ ഈ 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണത്തെയാണ് ഏറെക്കുറെ സൂചിപ്പിക്കുന്നത്. മനസ്വസ്ഥത, കുറച്ച് നീക്കിയിരിപ്പ് കാര്യങ്ങളൊക്കെ
ഈ രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ മാസക്കാലം ഉണ്ടാവും എന്ന് ന്യായമായിട്ടും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതിനനുസരിച്ച് കാര്യമായിട്ട് ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവാം. അടുത്തതായിട്ട് കുംഭൻ രാശി. അവിട്ടത്തിന്റെ അരയും ചതയും പൂരിട്ടാതിയും കാലം അടങ്ങുന്നതാണ് കുംഭക്കൂർ. കുംഭക്കൂറിൽ തന്നെയാണ്, ആ കുംഭരാശിയിൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. ശനി ആ രാശിയിൽ തന്നെ നിൽക്കുന്നത് അത്ര ഗുണകരമായിട്ട് തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല. അത് കൂടാണ്ട് രണ്ടാം ഭാവത്തിലാണ് സർപ്പം നിൽക്കുന്നത്. രണ്ടാം ഭാവത്തിൽ സർപ്പനെ കുടുംബജീവിതത്തിന്റെ കാര്യത്തിലാണ് സൂചിപ്പിക്കാറുള്ളത്. കൂടാതെ അവനവന്റെ വാക്ക് കാര്യങ്ങളെല്ലാം, അവനവൻ പുറത്തു വരുന്ന വാക്ക് കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാക്കാൻ പര്യാപ്തമാണ് രണ്ടിലെ രാഹുവും 8-ലെ കേതുവും ഒക്കെ. അപ്പോൾ അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവനവൻ തന്നെ നമുക്ക് എടുത്ത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കണം, തീർച്ചയായിട്ടും ഉണ്ടാക്കണം. 4-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ 11-ാം ഭാവം 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ പറയാൻ പറ്റില്ല. ആ 4-ാം ഭാവത്തിന്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് മാത്രമേ ഗുണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശുക്രനെ കൊണ്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടത്. കുറേയേറെ ആഡംബര വസ്തുക്കളുടെ അവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നമ്മളായിട്ട് അതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുത്തില്ലെങ്കിൽ പോലും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതൽ. മറ്റുള്ളവരെ കൊണ്ട് തരുന്നത് നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഒക്കെ ശുക്രനെ കൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷിക്കാം. കൂടാതെ മറ്റ് പല മേഖലയിലും കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണം തീർച്ചയായിട്ടും ഈ മാസത്തിൽ ഉണ്ടാകും. അതിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ബിസിനസ്സുകാർക്ക് ഗുണം തന്നെയാണ് ഈ മാസക്കാലം പറയാൻ കഴിയുന്നത്. ബിസിനസ്സുകാർക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥകളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതുകൂടാണ്ട് ഇതിൻ്റെ കർമ്മം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ മേഖലയിലാണ് ആദ്യത്തിൽ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ കർമ്മത്തിൽ ആദ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ പകുതി ഗുണമാണ് നമുക്ക് സാധാരണഗതിയിൽ പറയാറ്. കർമ്മ മേഖല പുഷ്ടിപ്പെടും. കാരണം ആദ്യത്തെ തന്നെ നീചാവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കർമ്മ മേഖല, അവനവൻ്റെ കർമ്മ മേഖലയുള്ളതാണ്, അത് പുഷ്ടിപ്പെടും. അതും കൂടാണ്ട് ബുധൻ എന്ന് പറയുന്ന പ്ലാനറ്റ് 10-ാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്നത് അവനവൻ്റെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ വളരെ പുഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. മനസ്വസ്ഥതയുടെ കാര്യത്തിലും വലിയ കുഴപ്പം വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 5-ാം ഭാവാധിപതി 8-ാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ ഇതിൽ പാകിസ്ഥാനത്ത് വന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മസ്ഥാനത്ത് വന്ന് നിൽക്കുന്നുള്ളതുകൊണ്ട് മനസ്വസ്ഥതയുടെ കാര്യത്തിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഗുണകരം എന്ന് പറയുന്ന അവസ്ഥകൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് പലതും ഇതിനകത്തുണ്ട്. അവനവന്റെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയാൽ മാത്രം മതി. അടുത്തതായിട്ട് മീനൻ രാശി. പൂരിട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനൻ രാശി. മീനം രാശിയുടെ അധിപതി 3-ാം ഭാവത്ത് നിൽക്കുന്നു. കൂടാതെ മീനൻ രാശിയിൽ തന്നെ സർപ്പം നിൽക്കുന്നു. 2-ാം ഭാവാധിപതി ഈ രാശിക്കാരുടെ ഭാഗ്യസ്ഥാനാധിപതിയായിട്ടുള്ള കുജൻ 5-ാം ഭാവത്തിൽ നീചം ഭവിച്ചു. അപ്പൊ രാശിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ സർപ്പൻ അതിൽ നിൽക്കുന്നത് ഗുണം പറയാൻ കഴിയില്ല. രാശിയുടെ അധിപതിയെ കുറിച്ച് പറയാൻ പറ്റില്ല. 2-ാം ഭാവാധിപതി, 2-ാം ഭാവത്തിന് ധനം കൊണ്ടു തരുന്ന ആളും കൂടിയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനാധിപതിയാണ്. ആ പാകിസ്ഥാനാധിപതി 5 നിൽക്കുന്നത് ഗുണം പറയാൻ പറ്റില്ല. പിന്നെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 8-ാം ഭാവാധിപതി 3-ാം ഭാവത്തിലുള്ള ശുക്രൻ 10-ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ഗുണമൊന്നും അതിനകത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൂടാണ്ട് 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ആദ്യത്തിനെ കുറിച്ച് പകുതി ഗുണങ്ങളൊക്കെ നമുക്കിതിൽ പറയാൻ കഴിയുള്ളൂ. കൂടാതെ ബുധൻ എന്ന് പറയുന്ന പ്ലാനറ്റ് ഈ രാശിയുടെ 9-ാം ഭാവത്തിലാണ്. അതും ഗുണപരം എന്നത് പറയാൻ പറ്റില്ല. ശ്രദ്ധ, വളരെയേറെ ശ്രദ്ധ, അവനവന്റെ അവസ്ഥകൾ അനുസരിച്ചുള്ള ജീവിത ക്രമങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് പൂരിട്ടാതി രേവതിയും അടങ്ങുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസത്തെ രാശി ഫലം. അടുത്ത കുറച്ചും 15 ദിവസം 16 ദിവസം കഴിയുമ്പോൾ കാലഘട്ടം തുടങ്ങി, അതായത് വൃശ്ചിക മാസം തുടങ്ങി ഒരു 16 ദിവസം കഴിയുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ
പ്ലാൻ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു 15 ദിവസത്തെ 14 ദിവസത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിനിടയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്.